ഇവിടെ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഈ ഒരു ഐറ്റം ദയവ് ഇത് കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ വിവരം അറിയും. ഗുരുവായൂരിലുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് സജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹോട്ടലിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് പടികൾ കയറിയിട്ട് വേണം ഇവിടെ എത്താൻ. അങ്ങനെ നമ്മളവിടെ എത്തി. നമ്മളവരോട് മസാല ദോശ പറഞ്ഞിരിക്കുകയാണ്. മസാല ദോശ വന്നു. ദെൻ നമ്മൾ കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് പറയാനുള്ളത് അത്യാവശ്യം നല്ലൊരു മസാല ദോശയാണ്. ഗംഭീരമല്ല, കുഴപ്പമില്ലാത്തൊരു നല്ല മസാല ദോശ. അതുപോലെ തന്നെ സാമ്പാറും ചട്നിയൊക്കെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഇരിക്കുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് കുറച്ച് ഗംഭീര സംഭവമായി പോയി. കാരണം ഭയങ്കര എരിവായിരുന്നു. ഇത് ഉള്ളി അതുപോലെ തന്നെ എന്തോ മിളകൊക്കെ ചേർത്തിട്ടുള്ളൊരു പരിപാടിയാണ്. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നരകത്തിനും സ്വർഗത്തിലും ഒരേപോലെ എത്തുന്നൊരു സെറ്റപ്പാണ്. അത്രയും എരിവ്, വേറെ ഒന്നും അതിൽ പറയാനില്ല. അപ്പോൾ ഈ ഒരു ഐറ്റം മാറ്റി നിർത്തുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ അടിപൊളിയായിരുന്നു. നല്ലൊരു ആംബിയൻസും നല്ല സ്പേസൊക്കെ ഉള്ള ഒരു കിടിലൻ സ്പോട്ട്. അപ്പോൾ ഈ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഹോട്ടൽ ന്യൂ ഭാരതിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ എക്സ്പീരിയൻസ് എന്തായിരുന്നു എന്നുള്ളത് താഴെ ഒന്ന് എഴുതി അറിയിക്കുക. അതുപോലെ തന്നെ വേറൊരു കാര്യം, നിങ്ങൾക്ക് ഒരു മസാല ദോശ കഴിക്കാൻ തോന്നുമ്പോൾ നിങ്ങൾ എപ്പോഴും പോകാറുള്ളൊരു സ്പോട്ട് ഉണ്ടാവുമല്ലോ, നിങ്ങളുടെ ഫേവറേറ്റ് സ്പോട്ട്. ആ ഒരു ഫേവറേറ്റ് മസാല ദോശ സ്പോട്ട് ഒന്ന് താഴെ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ അത് എല്ലാവർക്കും ഒരു ഉപകാരമായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.